ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമുക്ക് ന്യായം വിധിക്കുന്നു. അനാഥർക്കും വിധവകൾക്കും പാവപ്പെട്ടവർക്കും ദുർബലർക്കും അവരുടെ അവകാശം സ്ഥാപിച്ചു തരുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മെ സകല ബന്ധനങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും സകല വിധ ദുരിതങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നമുക്ക് വിജയം നൽകി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്നതിനായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഇന്ന്. ഈ രാത്രിയിൽ നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുന്നതിനും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുടെ കരം നമ്മുടെ നേരെ നീട്ടി നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ കർത്താവ് നമ്മിൽ ഇടപെടുകയും അവിടുന്ന് നമുക്ക് വിജയവും മഹത്വവും നൽകുകയും ചെയ്യും. നമ്മുടെ എല്ലാ പരാജയങ്ങളെയും വിജയമാക്കി മാറ്റി തീർക്കും. കർത്താവിനെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന രാത്രിയാണ് ഇന്ന്. നാം ചോദിക്കുന്നതിലും നാം ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ തിരുഹൃദയത്തിൽ ചേർത്തു വെച്ച് പ്രത്യേകിച്ച് നമ്മുടെ നാളത്തെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും താങ്ങി നടത്തുകയും സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, അങ്ങ് ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങളെ പരിപാലിക്കുകയും ഇന്നീ രാത്രിയിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ കൃപ നൽകുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വേദനയും ഭയവും അസ്വസ്ഥതയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നീതിവിരുദ്ധമായി ഇന്ന് ഞങ്ങൾ ചെയ്തു പോയ, സംസാരിച്ചു പോയ, ചിന്തിച്ചു പോയ എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അന്യായമായി ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്തു പോയ പിഴവുകളെയും തെറ്റുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ അവകാശമായ കർത്താവേ, പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു തരുന്ന ദൈവമേ, ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തി ഞങ്ങളുടെ അന്തരാത്മാവിന് ശക്തി നൽകി ഞങ്ങൾക്ക് സമാധാനപരമായ സന്തോഷപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പാവപ്പെട്ടവരുടെ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കുവാൻ അവിടുന്ന് കരുണ തോന്നണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ. സകല ദുഷ്ടരുടെയും കെണികളിൽ നിന്ന്
ഞങ്ങളെ മോചിപ്പിക്കണമേ. കർത്താവേ, സകല അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഞങ്ങളെ അവിടുത്തെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. കർത്താവായ ദൈവമേ, ഭൂമിക്ക് അങ്ങയുടെ സ്നേഹത്താൽ അടിസ്ഥാനമിട്ട കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ അങ്ങയിൽ ഞങ്ങൾ വാസമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് ഓരോരുത്തരോടും ദയ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ അങ്ങയിലാണ് അഭയം തേടുന്നത്. സകല വിനാശവും ദുരന്തവും കടന്നു പോകുവോളം, സഹനങ്ങളിൽ നിന്ന് മോചിതരാകുവോളം അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവമേ, ഞങ്ങൾക്കെല്ലാം ചെയ്തു തരുന്ന കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ശരീരത്തിന് ബലം തരണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യവും വിടുതലും നൽകണമേ. ഞങ്ങളുടെ മനസ്സിന് സൗഖ്യം തരണമേ. കർത്താവേ, അങ്ങയിൽ അടിയുറച്ച് വിശ്വസിക്കുവാനുള്ള മാനസിക ബലം നൽകണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ ചവിട്ടി മെതിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ ലജ്ജിപ്പിക്കുവാൻ ശ്രമിച്ച എല്ലാവരിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകം കുടുംബങ്ങളിൽ ഇന്ന് ദൈവത്തിൻ്റെ കാരുണ്യം വിതറിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകം കുടുംബാംഗങ്ങളുടെ കണ്ണുനീരൊപ്പിയ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയെ നീ അനുഗ്രഹിച്ച് ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ധാരാളം സൗഖ്യവും വിടുതലും പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നൽകി ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവിടുന്ന് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ പറഞ്ഞ എല്ലാ വചനങ്ങളെയും അങ്ങ് സ്ഥിരീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷയിലുടനീളം കർത്താവിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമാക്കി തന്ന് അവിടുത്തെ സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ, അവിടുത്തെ ചൈതന്യത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേകരെ അവിടുന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ കഴിച്ച ഭക്ഷണവും കുടിച്ച പാനീയങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ സംസാരിച്ചതും കേട്ടതും ചിന്തിച്ചതുമായ എല്ലാ വാക്കുകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകിയ ഓരോ വ്യക്തികളെയും അങ്ങയിലേക്ക് തിരികെ നൽകുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവേ, സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആകാശത്തിനുമേൽ ഉയർന്നിരിക്കുന്ന ദൈവമേ, അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറഞ്ഞു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ശുശ്രൂഷയിലുടനീളം നിറഞ്ഞു നിന്ന് അങ്ങയുടെ കാരുണ്യം അനുഭവിച്ചറിയുവാൻ, അങ്ങയുടെ അനന്തമായ സ്നേഹം നുകരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന പ്രാർത്ഥനകളെ നീ വിശുദ്ധീകരിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്ത് അവരുടെ ഹൃദയത്തിൻ്റെ നിയോഗങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരീ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതം, അടയാളം അവിടുന്ന് ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ ഇന്ന് ഈ രാത്രിയിൽ നീ ഇടപെട്ട് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും അവരെ പാത്രരാക്കി അവരുടെ ജീവിതം വിജയത്തിലെത്തിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി വിജയത്തിനും മഹത്വത്തിനുമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും നീക്കി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഓരോ പ്രാർത്ഥനയും നീ കേൾക്കണമേ. അവരുടെ ജീവിതത്തിൽ ഇന്ന് നീ ഇടപെടണമേ. അവർക്ക് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ. അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നോ, വിഷമിച്ചിരിക്കുന്നോ, കർത്താവേ, ഈ രാത്രിയിൽ അവിടുന്ന് അവരെ സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും അവിടുന്ന് അവരുടെ ജീവിതത്തിൽ കരുണ ചൊരിഞ്ഞ് അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. മഹോന്നതനായ ദൈവമേ, സർവഭൂമിയിലും
വാഴ്ത്തപ്പെട്ടവനായ കർത്താവേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാൻ ശക്തനായ ദൈവമേ, തലമുറകളോളം അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തട്ടെ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയുറച്ച വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി തരണമേ. അറിവിനെ അതിശയിക്കുന്ന അങ്ങയുടെ സ്നേഹം ഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ ദുർബലതയും മാറ്റി എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, മക്കളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരസ്പരം ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനും പരസ്പരം രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഈ രാത്രിയിൽ ശക്തിപ്പെടുത്തണമേ. ഈ രാത്രിയിൽ സകലവിധ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. കർത്താവേ, എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഇടപെട്ട് ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ഞങ്ങളെ ഉപദേശിച്ച് ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ. എല്ലാ നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചനം നൽകി നമ്മുടെ അന്തരാത്മാവിന് ശക്തി നൽകി ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നീലമേലങ്കിയുടെ സംരക്ഷണവും അമ്മയുടെ മധ്യസ്ഥതയും കാവലും കരുതലും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.